അമേരിക്കൻ സൂര്യോദയങ്ങൾക്ക് ഇനി അല്പം ചൂടുകൂടും. യെസ്, ട്രംപ് ഈസ് ബാക്ക്. 2017 ആദ്യ വരവിനേക്കാൾ കൂടുതൽ ശക്തനായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിക്കഴിഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ അധികാര സ്ഥാനങ്ങളിലൊന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നത്. ആഗോള രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ അളവറ്റ നിയന്ത്രണം അമേരിക്കയുടെ കൈമുതലായിരിക്കുന്നിടത്തോളം കാലം ട്രംപിന്റെ ഈ കടന്നുവരവ് ലോകരാജ്യങ്ങളുടെ എല്ലാം വിഷയമാണ്. നിരവധിയായ ആശങ്കകൾക്കും അത് കാരണമാകുന്നുണ്ട്. ലോകം കണ്ട ഏറ്റവും ബുദ്ധിമാനായ ബിസിനസ്സുകാരൻ, പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡന്റ്, എതിരാളികൾക്ക് ഹിറ്റ്ലർ, അമേരിക്കൻ കോടതി കുറ്റവാളി എന്ന് വിധിച്ച ട്രംപ്, വിശേഷണങ്ങൾ നിരവധിയുള്ള അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ്. പ്രതീക്ഷകൾക്കൊത്ത വിധത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ആദ്യ ദിനം നടത്തിയത്. 4 വർഷം മുൻപ് ഡൊണാൾഡ് ട്രംപിന്റെ അനുയായികൾ ക്യാപിറ്റൽ മന്ദിരം ആക്രമിച്ചത് അമേരിക്കൻ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ കളങ്കപ്പെടുത്തിയ ഒരു അധ്യായമായിരുന്നു. ഇതേ ക്യാപിറ്റൽ മന്ദിരത്തിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ട്രംപ് അന്നത്തെ കലാപത്തിലെ 1600 പ്രതികൾക്കും മാപ്പ് നൽകുകയാണ്. അതായത് വൈറ്റ് ഹൗസിലെത്തിയ ഉടൻ ട്രംപ് പണി തുടങ്ങിക്കഴിഞ്ഞുവെന്നർത്ഥം. ട്രാൻസ്ജെൻഡേഴ്സിനെ പടിക്ക് പുറത്താക്കി ഇനി അമേരിക്കയിൽ ആണും പെണ്ണും മതിയെന്ന അങ്ങേയറ്റം പിന്തിരിപ്പൻ പ്രഖ്യാപനം. മെക്സിക്കൻ അതിർത്തിയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. വീണ്ടും ക്യൂബ ഭീകരവാദ പട്ടികയിൽ. ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള പിന്മാറ്റം. പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും പിന്മാറി പനാമ കനാൽ തിരിച്ചുപിടിക്കുമെന്ന വെല്ലുവിളി. കുടിയേറ്റക്കാരുടെ ജന്മാവകാശ പൗരത്വം റദ്ദാക്കൽ. അങ്ങനെ നീളുന്നു ട്രംപിന്റെ ആദ്യഘട്ട പ്രഖ്യാപനങ്ങൾ. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ 78ഓളം ഉത്തരവുകൾ റദ്ദാക്കി. പുതുതായി കൊണ്ടുവന്നത് 200ഓളം ഉത്തരവുകൾ. അമേരിക്കൻ ജനതയോടുള്ള കരുതലോ അതോ ലോക രാജ്യങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പോ എന്ന ചർച്ചകൾ ഉയർന്നു കഴിഞ്ഞു. ട്രംപ് വരുമ്പോൾ ചൈനയും കാനഡയും ഭയക്കണം. ഇന്ത്യയിലും ട്രംപ് എഫക്റ്റ് ഉണ്ടാകുമോ? അമേരിക്കയിൽ ഒരു ട്രാൻസ്ജെൻഡർ വിപ്ലവം പ്രതീക്ഷിക്കാമോ? ലോകാരോഗ്യ സംഘടനയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ് പിന്മാറുമ്പോൾ അല്പം ആശങ്കപ്പെടേണ്ടതില്ലേ? ട്രംപ് അമേരിക്കയിൽ എന്തൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വരും? വിശദമായി പരിശോധിക്കും. ട്രംപിന്റെ ആദ്യ ദിന തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം. ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക നൽകി വരുന്ന ഫണ്ട് അനാവശ്യ ചിലവാണെന്ന് വിലയിരുത്തി അതിൽ നിന്നും പിന്മാറുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. മാത്രമല്ല, ലോകാരോഗ്യ സംഘടന ചൈന അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നുവെന്നും കോവിഡ് മഹാമാരി നിയന്ത്രണത്തിൽ പരാജയമായിരുന്നുവെന്നും ട്രംപ് പറയുന്നു. ഇത് ലോകമാകെ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനമാണ്. ദരിദ്ര രാജ്യങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സമ്പന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തുന്നതാണ് നിലവിലെ രീതി. ഇതിൽ നിന്നും അമേരിക്ക പിന്മാറുന്നതോടെ ലോകാരോഗ്യ സംഘടനയുടെ പ്രവർത്തനത്തെ ഇത് വലിയ രീതിയിൽ ബാധിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിനായി വിവിധ രാജ്യങ്ങൾ ഒപ്പിട്ട പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുമെന്നാണ് മറ്റൊരു തീരുമാനം. ഖനനത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കുമെന്നും ട്രംപ് നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടുകൂടി അന്തരീക്ഷത്തെ മലിനമാക്കുന്ന വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കണമെന്ന ബാധ്യതയിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോവുകയാണ്. ഒരു വ്യവസായ രാജ്യമായി രാജ്യം മാറുന്നതിന് ഈ ഉടമ്പടി തടസ്സമാണെന്ന നിലപാടെടുത്താണ് ട്രംപ് പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും മാറുന്നത്. മാത്രമല്ല, ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നയങ്ങളോടും ട്രംപ് മുഖം തിരിച്ചു കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ എണ്ണക്കലവറകളിലൊന്നാണ് അമേരിക്ക. ഇത് പരമാവധി ചൂഷണം ചെയ്യപ്പെട്ടേക്കാമെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ തീരുമാനങ്ങൾ രാജ്യത്തിനുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പനാമ കനാലിന്റെ നിയന്ത്രണം വീണ്ടെടുക്കുമെന്നാണ് ട്രംപിന്റെ വെല്ലുവിളി. കനാലിന്റെ നിയന്ത്രണം ചൈനയുടെ കയ്യിലെത്തുന്ന അവസ്ഥയാണ് നിലവിൽ. ലോകത്തെ ചരക്കു നീക്കത്തിന്റെ നല്ലൊരു ശതമാനവും നടക്കുന്ന പനാമ കനാൽ അമേരിക്കയെ സംബന്ധിച്ച് സാമ്പത്തികമായും സൈനികമായും ഒക്കെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യാപാര പാതയാണ്. പനാമ കനാലിന് പുറമെ ഗ്രീൻലാൻഡിനും കാനഡയ്ക്കും മേലുള്ള താല്പര്യവും ട്രംപ് കഴിഞ്ഞ മാസം തുറന്നു പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും അത്ര പെട്ടെന്ന് സാധ്യമാകില്ലെന്ന് മാത്രം. ട്രാൻസ്ജെൻഡേഴ്സിനെ പൂർണ്ണമായും തള്ളുന്നതാണ് മറ്റൊരു പ്രധാന പ്രഖ്യാപനം. രാജ്യത്തെ ട്രാൻസ്ജെൻഡറുകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് ട്രംപിന്റെ നിലപാട് എല്ലായ്പ്പോഴും വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നതായിരുന്നു. അമേരിക്കയിൽ ഇനി സ്ത്രീയും പുരുഷനും എന്ന 2 വിഭാഗങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്ന ട്രംപിന്റെ പ്രഖ്യാപനം. ഇതിനെതിരെ വിമർശനവുമായി മനുഷ്യാവകാശ സംഘടനകളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. ലോകമാസകലം ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ ചർച്ചകളും പുരോഗമനപരമായ നിയമനിർമ്മാണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ഇത്രയ്ക്ക് കടുത്ത രീതിയിൽ ലോകമാസകലമുള്ള ലൈംഗിക ന്യൂനപക്ഷ വിഭാഗങ്ങളെ അവഹേളിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഗർഭചിത്രമടക്കമുള്ള വിഷയങ്ങളിലും ട്രംപിന്റെ നിലപാടുകളൊക്കെ വിമർശിക്കപ്പെട്ടിരുന്നു. രാജ്യം നിലവിൽ നേരിടുന്ന സാമ്പത്തിക ആശങ്കകളെ നേരിടുക എന്നത് ട്രംപിന്റെ മുന്നിലുള്ള വലിയ വെല്ലുവിളി തന്നെയാണ്. സാധാരണക്കാരുടെ ചെലവ് വർദ്ധിപ്പിക്കാതെയും പണപ്പെരുപ്പത്തിന് വഴിവെക്കാതെയും താരിഫുകളിൽ മാറ്റം കൊണ്ടുവരാൻ ട്രംപിനാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.
ആഭ്യന്തര എണ്ണ ഖനനം കൂട്ടിയും ചൈന, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കുള്ള ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചും പണപ്പെരുപ്പത്തെ നേരിടുമെന്നും ഉപഭോക്തൃ ചിലവ് കുറയ്ക്കുമെന്നും ട്രംപ് വാഗ്ദാനം നൽകിയിരുന്നു. ഇന്ത്യക്ക് മേലുള്ള ചുങ്കം വർദ്ധിപ്പിക്കുമോ എന്ന് കണ്ടറിയണം. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ട്രംപ് അതിർത്തികൾ അടച്ച നിയമവിരുദ്ധമായ കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും തടയാൻ 30 ദിവസത്തിനുള്ളിൽ പുതിയ പദ്ധതി ആവിഷ്കരിക്കാൻ പ്രതിരോധ വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി ഈ മേഖലയിലേക്ക് സൈന്യത്തെ വിന്യസിക്കാൻ കഴിയും. അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിയുന്ന എല്ലാവരെയും പുറത്താക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരെ ഏത് സമയത്തും പിരിച്ചുവിടാനുള്ള അവസ്ഥയിലേക്ക് അവരുടെ സേവന വ്യവസ്ഥകൾ മാറ്റുന്ന ഉത്തരവുകളിലും ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട്. മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ എന്നാക്കി മാറ്റുമെന്നും ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. നിലവിൽ മയക്കുമരുന്ന് കടത്തുകാരുടെ നിയന്ത്രണത്തിലാണ് ഈ മെക്സിക്കൻ ഉൾക്കടൽ. ഇങ്ങനെയാണ് ട്രംപിന്റെ വാദം. ഇത് അവസാനിപ്പിച്ച US അതിർത്തികൾ ശക്തിപ്പെടുത്തി അമേരിക്കൻ ആധിപത്യം ഉറപ്പിക്കും. ഇതിനു പുറമെ സാമ്പത്തികപരമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അമേരിക്കയുടെ സമുദ്ര എണ്ണ ഖനനത്തിന്റെ നല്ലൊരു പങ്കും മെക്സിക്കൻ ഉൾക്കടലിൽ നിന്നാണ്. അതിനാൽ ഈ മേഖലയിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. അധികാരത്തിലേറിയാൽ ദിവസങ്ങൾക്കകം എല്ലാ യുദ്ധങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് നിർണായക ഇടപെടൽ നടത്തിയതിലൂടെ ട്രംപ് തന്റെ കരുത്ത് ലോകത്തെ അറിയിച്ചു. യുദ്ധം നിർത്താൻ ഇസ്രയേലിനോ ഹമാസിനോ അല്ല ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്, മറിച്ച് ഖത്തറിനാണെന്നാണ് റിപ്പോർട്ടുകൾ. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് ട്രംപ് വെളിപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ പുടിനെ വരുതിയിലാക്കാൻ ട്രംപ് പാടുപെടും. അതിനൊപ്പം മധ്യേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്നും 3ാം ലോക യുദ്ധത്തിന്റെ സാധ്യതകൾ തടയുമെന്നും ട്രംപ് പറയുന്നു. ക്യൂബയെ ഭീകര രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയും ട്രംപ് റദ്ദാക്കിയിട്ടുണ്ട്. വത്തിക്കാന്റെ കൂടി ഇടപെടലിന്റെ ഭാഗമായി ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന കാലത്തായിരുന്നു ക്യൂബയെ ഭീകര രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ഇതിന്റെ ഫലമായി 500ഓളം തടവുകാരെ വിട്ടയക്കാമെന്ന് ക്യൂബയും സമ്മതിച്ചിരുന്നു. ആദ്യഘട്ട തടവുകാരെ കഴിഞ്ഞ ബുധനാഴ്ച വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ട്രംപിന്റെ ഈ പുതിയ നടപടി സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന ക്യൂബയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഏതായാലും അമേരിക്കയിൽ വലിയ മാറ്റങ്ങൾക്കൊരുങ്ങുന്ന ട്രംപ് ചരിത്രം സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. ചരിത്രം പല രീതിയിലും സൃഷ്ടിക്കാം. ഇവിടെ വഴി തിരഞ്ഞെടുക്കേണ്ടത് ട്രംപും അടയാളപ്പെടുത്തുന്നത് കാലവുമാണ്.